ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവെള്ളം എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വളരെ PSC ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട SCERT ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ്. അതായത് 5, 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ SCERTയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അതിൽ എല്ലാ ചാപ്റ്റേഴ്സ് നമുക്ക് ആവശ്യമില്ല. അതായത് പുതിയ SCERTയിൽ ഏതൊക്കെ 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം, ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ അത് അറിയുന്നതിന്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ, അപ്പൊ കഴിഞ്ഞ ദിവസം അതായത് മെയ് 21 നടന്ന സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാമിൽ ഏകദേശം 37ഓളം ക്വസ്റ്റ്യൻസ് ആണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത് ടേബിൾ ആയിട്ടും അതുപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ SCERT ചാപ്റ്റേഴ്സിന് ഇപ്പോഴും PSC കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. വെറും ഒരു റാങ്ക് ഫയൽ പഠനത്തിലൂടെ അല്ലാണ്ട് നിങ്ങൾക്ക് SCERT ചാപ്റ്റേഴ്സ് കൊടുക്കുന്ന പ്രാധാന്യം തീർച്ചയായിട്ടും അറിയണം. അപ്പൊ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി വരാൻ പോകുന്ന എക്സാമുകൾ. 10th ലെവൽ എക്സാംസ് നമുക്ക് ഇനി ASM വരാനുണ്ട്. VFAയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ അവസാനത്തോടെ പ്രതീക്ഷിക്കുകയാണ്. VFA മാത്രമല്ല, കമ്പനി ബോർഡ് LGS 10th ലെവലിലുള്ളവർക്ക് കമ്പനി ബോർഡ് LGS വളരെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പ്രിസൺ ഓഫീസർ വളരെയധികം ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഇത്തരം ഇനി ഒരു മാസം കഴിഞ്ഞാൽ ലാബ് അസിസ്റ്റന്റ് മീൻസ് ഒരു മാസം അടുത്ത ജൂണോടുകൂടി ലാബ് അസിസ്റ്റന്റ് എക്സാം ഡയറക്റ്റ് നടക്കാൻ പോവാണ്, മെയിൻസ് നടക്കാൻ പോവാണ്. അപ്പൊ ഒരുപാട് 10th ലെവൽ എക്സാംസ് ഈ വർഷവും അടുത്ത വർഷവുമായിട്ട് നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരുപാട് അഡ്വൈസുകൾ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ SI എക്സാമുകൾ, എക്സൈസ് ഇൻസ്പെക്ടർ എക്സാമുകൾ, 12th ലെവൽ തന്നെ നോക്കുകയാണെങ്കിൽ CPO വീണ്ടും വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഫോഴ്സ് എക്സാമുകൾ വീണ്ടും വർഷാവർഷം വിളിക്കുന്ന എക്സാമുകളാണ്. അപ്പൊ ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യും, അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അത്തരം എക്സാമുകൾക്കെല്ലാം വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, SCERT ചാപ്റ്റേഴ്സ് ബൈഹാർട്ട് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഒരു സർപ്രൈസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും പുതിയ SCERT 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പം 9ാം ക്ലാസ്സിലെ നോക്കുകയാണെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് പാർട്ടിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ 3 ഇത് വരുന്നുണ്ട്. 3 പാർട്ട് നമ്മൾ പഠിക്കുന്നത് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് സോഷ്യൽ സയൻസിൽ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ഉണ്ട്, സോഷ്യൽ സയൻസ് സെക്കൻഡ് ഉണ്ട്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള 8ാം ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ ഇവിടെ 9ാം ക്ലാസ്സിലെ പുതിയ SCERTയിൽ പഠിക്കേണ്ടതുണ്ട്. അവിടെ 8 ചാപ്റ്റർ ആണ് നിങ്ങൾ സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ പഠിക്കേണ്ടത്. ലോകത്തിന്റെ നെറുകയിൽ, വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി, ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, വിലയും വിപണിയും, മണലാരണത്തിലൂടെ, തീരങ്ങളിലൂടെ, അങ്ങനെ 8 ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. അടുത്തത് 4, 5, 7, 8 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, ലിംഗവിഭജനമില്ലാത്ത സമൂഹത്തിലേക്ക്, അങ്ങനെ 4 ചാപ്റ്റർ ആണ് സോഷ്യൽ സയൻസ് ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ട്. മൊത്തം 8ഉം 4ഉം 12 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സോഷ്യൽ സയൻസിൽ 9ാം ക്ലാസ്സിൽ പുതിയ SCERTയിൽ പഠിക്കാനുള്ളത്. കെമിസ്ട്രി നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനെ 9ാം ക്ലാസ്സിൽ 7 ചാപ്റ്റർ നമുക്ക് കെമിസ്ട്രി പഠിക്കാനുള്ളത്. ഞാൻ ഇവിടെ ചാപ്റ്റേഴ്സിന്റെ നമ്പറും അതുപോലെ തന്നെ അതിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ് നമുക്ക് അതുപോലെ 7 ചാപ്റ്റർ ആണ് ഫിസിക്സിലും 9ാം ക്ലാസ് പുതിയ SCERTയിൽ പഠിക്കാനുള്ളത്. അതിവിടെ ചാപ്റ്റർ 1, 2, 3, 4, 5, 6, 8 ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബയോളജി നമുക്ക് 6 ചാപ്റ്റർ ആണ് ഇവിടെ SCERTയിൽ 9ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. 6 ചാപ്റ്റർ ആണ്, 1, 2, 3, 4, 5, 6 ചാപ്റ്റർ. അപ്പോൾ ഇതാണ് 9ാം ക്ലാസ്സിന്റെ പുതിയ SCERTന്റെ ലിസ്റ്റ് നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. 7ാം ക്ലാസ്സിലെ ന്യൂ SCERTയിൽ നമ്മൾ നോക്കേണ്ട പാഠങ്ങളാണ് ഇത്: ഭരണഘടന, വഴിയും വഴികാട്ടിയും 3ാമത്തെ ചാപ്റ്റർ, അതുപോലെ തന്നെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അങ്ങനെ സോഷ്യൽ സയൻസിൽ 3, 4, 5, 6, 7, 8 അങ്ങനെ 6ഉം 4 10 ചാപ്റ്റർ ആണ് ഇത് നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നമുക്ക് നോക്കേണ്ടത്. 10 ചാപ്റ്റർ ആണ്. 7ാം ക്ലാസ്സിലെ സയൻസിൽ നമുക്ക് 3, 3, 6, 4, 10. സയൻസിൽ നമ്മുടെ എത്ര ചാപ്റ്റർ നോക്കണം? 10 ചാപ്റ്റർ നോക്കണം. ഓക്കെ, സയൻസിൽ നമുക്ക് 10 ചാപ്റ്റർ നോക്കാനുണ്ട്. സോഷ്യൽ സയൻസിൽ നമ്മൾ 10 ചാപ്റ്റർ നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ചാപ്റ്റേഴ്സിന്റെ നമ്പർ ആണ്, ചാപ്റ്ററിന്റെ പേരാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ സമഗ്രയിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോ അതല്ല, നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ 5ാം ക്ലാസ്സിൽ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് സയൻസിൽ നമുക്ക് 8 ചാപ്റ്റർ നോക്കാനുണ്ട്. ചാപ്റ്റർ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 ചാപ്റ്റർ നമുക്ക് സയൻസിൽ നോക്കാനുണ്ട്. അതുപോലെ സോഷ്യൽ സയൻസിൽ നമുക്ക് എത്ര 6ഉം 5ഉം 11 ചാപ്റ്റർ നോക്കാനുണ്ട്. ഓക്കെ, 11 ചാപ്റ്റർ സോഷ്യൽ സയൻസിന്റെ ഭാഗത്തായിട്ട് നമുക്ക് നോക്കാനുണ്ട്. ചാപ്റ്ററിന്റെ നമ്പേഴ്സും അതുപോലെ തന്നെ അതിന്റെ പേരും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് സോഷ്യൽ സയൻസിലുമായിട്ട്
പുതിയ 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും SCERT നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് വിഷമമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ്. 5ാം ക്ലാസ് ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് കവർ ചെയ്ത് പോകാം. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ മീൻസ് +1 +2 അതൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കൂട്ടി വരിക. ഇനി അല്ല തിരിച്ചാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം വലിയ ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് നോക്കി പുറകോട്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അതെന്തായാലും അത് അങ്ങനെ ആവട്ടെ, നിങ്ങളുടെ ഒരു സൗകര്യം പോലെ ചെയ്യുക. എന്തായാലും ഇത് ചെയ്യേണ്ട. ഇപ്പൊ അതുകൂടെ തന്നെ നമ്മുടെ SCERT എന്ന് പറയുന്ന കൂടെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതാണ് എന്ത്, NCERT എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ നടക്കുന്ന എക്സാമുകളിൽ SCERT മാത്രമല്ല വരുന്നത്, എന്ത് ചെയ്യുന്നു, NCERT എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ SCERT NCERT ഒക്കെ നിങ്ങൾ സ്വന്തം പഠിച്ചിരുന്നാൽ മീൻസ് സ്വന്തം എന്താണ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരുന്ന് പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഒരുപാട് ടൈം നിങ്ങൾക്ക് കൺസ്യൂമിങ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരുപാട് ടൈം നിങ്ങൾ അതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. നിങ്ങൾ തന്നെ നോട്ട്സ് ആക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് SCERT മാത്രം പഠിച്ചാൽ പോരാ. ഞാൻ പറഞ്ഞ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 30-35% ഇവിടെ വരുന്നത് SCERT ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻസ് വരുന്നത്. ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഒരുപാട് ടോപ്പിക്സിലെ കറണ്ട് അഫയേഴ്സ് അടക്കം ഇംഗ്ലീഷ് മലയാളം മാത്സ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ജൂൺ 1 മുതൽ എന്ത് ചെയ്യുന്നു, SCERT NCERT ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അതായത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT NCERT കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ഡെയിലി നിങ്ങൾക്ക് ലൈവ് ഓർ റെക്കോർഡ് ക്ലാസ്, PDF നോട്ട്സ്, ഡെയിലി എക്സാംസ് ഒക്കെ ഒരുക്കിക്കൊണ്ട് ജൂൺ 1 മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് SCERT NCERT എക്സ്ക്ലൂസീവ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് SCERT NCERT ബാച്ച്. കാരണം കംപ്ലീറ്റ് ആയി തരുന്നത്, അതായത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കംപ്ലീറ്റ് ആയിട്ട് SCERT NCERT കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് നമ്മൾ അധികം കണ്ടിട്ടില്ല, എക്സ്ക്ലൂസീവ് ഫോർ SCERT NCERT. അപ്പൊ ഇത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് SCERT NCERT ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആ നോട്ട്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരിക്കൽ ഒരു ബാച്ചിൽ കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ട് അത് സമയം കളയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട്സ് ആണെങ്കിൽ നോട്ട്സ് തന്നെ എന്ത് ചെയ്യും, മതിയാവും. അപ്പോൾ ഈ ഒരു ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കാണുന്ന 75 10 11 66 55 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. ജൂൺ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT NCERT എക്സ്ക്ലൂസീവ് ബാച്ച്. ഡെയിലി നിങ്ങൾക്ക് അതിന്റെ ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം, നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി ചോദിക്കാം. നമുക്കൊരു PSC പഠിക്കുമ്പോൾ ഒരു ബേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇന്നത്തെ കാലത്ത് ബേസ് എന്ന് പറയുന്നത്, നാളെ ഇത് മാറുമോ നമുക്കറിയില്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് PSCയുടെ ബേസ് എന്ന് പറയുന്നത് SCERT NCERT ആണ് എന്ന കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കുക. സോ അതിനുവേണ്ടി പച്ചവെള്ളം നിങ്ങൾക്ക് തരുന്ന ഒരു ഒരു സമ്മാനമായിട്ട് ഈ ബാച്ചിനെ കൺസിഡർ ചെയ്യുക. അപ്പൊ എല്ലാവരും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, നിങ്ങളൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം എഴുതിയിട്ട് ഒരു 4-5 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ഓഫിന്റെ പുറത്ത്, മീൻസ് 4-5 മാർക്ക് നമുക്ക് കട്ട് ഓഫിൽ കടക്കാൻ പറ്റാതെ വീണു പോകുന്നുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യുക, അവർക്കൊക്കെ ബേസിന്റെ പ്രശ്നമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ ബേസ് എന്ത് ചെയ്യുക, ഈ ബാച്ചിലൂടെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. സോ ജൂൺ 1 നമ്മൾ ആരംഭിക്കുകയാണ് SCERT NCERT എക്സ്ക്ലൂസീവ് ബാച്ച് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ്, കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാം ജോയിൻ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റെല്ലാ വിവരങ്ങൾക്കും വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. താങ്ക്